2026 നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ലക്ഷ്യം വയ്ക്കുന്നത് 65 സീറ്റുകളാണ്. നിലവിലുള്ള 21 സീറ്റുകളേക്കാൾ 44 സീറ്റുകൾ അധികം പിടിക്കുമെന്നതാണ് രാഹുൽ ഗാന്ധിക്ക് വി.ഡി. സതീശൻ നൽകിയിരിക്കുന്ന ഉറപ്പ്. അത്തരത്തിൽ പിടിച്ചെടുക്കേണ്ട ആ 44 സീറ്റുകളിൽ ഇപ്പോഴേ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അതിൽ എടുത്തു പറയേണ്ടത് തൃശൂർ മണ്ഡലമാണ്. തൃശൂർ ഒരു UDF കോട്ട എന്ന് തന്നെ പറയാൻ സാധിക്കുന്ന ഒന്നാണ്. 91 മുതൽ 2016 വരെയുള്ള നീണ്ട 25 വർഷക്കാലം, അതായത് 2.5 പതിറ്റാണ്ട് കാലം കോൺഗ്രസിന്റെ കുത്തക മണ്ഡലമാക്കി മാറ്റിയത് തേറമ്പിൽ രാമകൃഷ്ണനായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രവർത്തന മികവിൽ തൃശൂരിൽ കോൺഗ്രസിനൊപ്പം അടിയുറച്ചു നിൽക്കുകയായിരുന്നു പ്രവർത്തകർ. എന്നാൽ 2016-ൽ തേറമ്പിൽ രാമകൃഷ്ണൻ പകരം തൃശൂരിൽ മത്സരിക്കാൻ ഇറങ്ങിയത് കെ കരുണാകരന്റെ മകൾ എന്നുള്ള ലേബലിൽ പത്മജ വേണുഗോപാലായിരുന്നു. എതിർ സ്ഥാനാർത്ഥി CPIയുടെ PS സുനിൽകുമാറായിരുന്നു. വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ പത്മജയെ തോൽപ്പിക്കാൻ സുനിൽകുമാറിന് സാധിച്ചു. 7000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് പത്മജ അന്ന് പരാജയപ്പെട്ടത്. 2.5 പതിറ്റാണ്ടുകാലത്തെ സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെടുത്തിയ പത്മജയെ തന്നെ 2021-ലും തൃശൂരിൽ മത്സരിപ്പിച്ചപ്പോൾ കോൺഗ്രസ് വീണ്ടും തോറ്റു എന്നു മാത്രമല്ല, അവിടെ BJPക്ക് വളരുവാനുള്ള സാഹചര്യം ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ കൂടി ഉണ്ടായി. കോൺഗ്രസിനെ വോട്ട് ചെയ്തവർ അന്ന് BJPക്ക് വോട്ട് ചെയ്തു. 946 വോട്ടിനാണ് അന്ന് പരാജയപ്പെട്ടത്. പക്ഷേ അവിടെ BJP സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിക്ക് വലിയ രീതിയിൽ വോട്ട് വർദ്ധിച്ചു. 2019-ൽ 24,000 വോട്ട് മാത്രമുണ്ടായിരുന്ന BJPക്ക് 2021-ൽ 40,000-ഓളം വോട്ടുകളാണ് ലഭിച്ചത്. 16,000 വോട്ടുകളാണ് അധികമായി ലഭിച്ചിരിക്കുന്നത്. പത്മജയെ പോലുള്ള സ്ഥാനാർത്ഥികളെ കെട്ടിയിറക്കിയത് കൊണ്ട് മാത്രം നഷ്ടപ്പെട്ടു പോയ ഒരു മണ്ഡലമാണ് തൃശൂർ. ഇത്തവണ മണ്ഡലം എങ്ങനെയും തിരിച്ചുപിടിക്കുവാനുള്ള തന്ത്രങ്ങളാണ് കോൺഗ്രസ് നേതൃത്വം മെനയുന്നത്. ഈ മണ്ഡലത്തിൽ BJPക്കുണ്ടായിരുന്ന സ്വാധീനം തിരിച്ചുപിടിക്കാൻ കോൺഗ്രസിന് തൃശൂരിൽ മുന്നോട്ട് വയ്ക്കാനുള്ള ഏറ്റവും മികച്ച ഒരു മാർഗം BJPയിൽ നിന്നും കോൺഗ്രസിലേക്ക് കടന്നുവന്ന സന്ദീപ് വാര്യർ തന്നെയാണ്. സന്ദീപ് വാര്യർക്ക് തൃശൂർ സ്വന്തം നാടുപോലെയാണ്. നിരവധി വ്യക്തിബന്ധങ്ങൾ തൃശൂരിൽ വാര്യർക്കുണ്ട്. മാത്രമല്ല BJP അണികൾക്കിടയിൽ ഏറ്റവും സന്ദീപിനെ ഇഷ്ടപ്പെടുന്ന നിരവധിയായ പ്രവർത്തകരുമുണ്ട്. അവരുടെയൊക്കെ പിന്തുണ തൃശൂരിൽ സന്ദീപിനുണ്ടാകും. മാത്രമല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി ജയിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ പല നിലപാടുകളോടും യോജിക്കാൻ തൃശൂരിലെ BJP പ്രവർത്തകർക്ക് ഇതുവരെയും സാധിച്ചിട്ടില്ല. മാത്രമല്ല, നല്ലൊരു സ്ഥാനാർത്ഥി അവതരിപ്പിക്കാൻ ഇത്തവണ BJPക്ക് സാധിക്കുമോ എന്ന് കണ്ടറിയേണ്ടതാണ്. ഒരുപക്ഷെ പത്മജ വേണുഗോപാൽ തന്നെയായിരിക്കും BJP സ്ഥാനാർത്ഥിയായി തൃശൂരിൽ വരാൻ പോകുന്നത്. അങ്ങനെയെങ്കിൽ പത്മജയ്ക്ക് ഇതിലും നല്ലൊരു മറുപടി നൽകാൻ മറ്റൊരവസരം ഒരുപക്ഷെ കോൺഗ്രസിന് ലഭിച്ചേക്കില്ല. CPI PS സുനിൽകുമാറിനെ തന്നെ വീണ്ടും അവതരിപ്പിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ശക്തനായ ഒരു സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും തൃശൂരിൽ ഉണ്ടാവേണ്ടതുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ അതിൽ ഏറ്റവും അനുയോജ്യനായ ഒരു പേര് അത് സന്ദീപ് വാര്യരുടെ തന്നെയായിരിക്കും. സന്ദീപ് വാര്യർ തൃശൂരിൽ മത്സരത്തിനിറങ്ങുകയാണെങ്കിൽ പാലക്കാട് പോലെ തന്നെ തീപാറുന്ന പോരാട്ടമായിരിക്കും നടക്കാൻ പോകുന്നത്.